എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 3/8/2020 ആരംഭിക്കുകയും 17/8/2020 5 മണി വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരം ഉണ്ട് എന്നുള്ള വിവരം എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ഓൺലൈൻ രജിസ്ട്രേഷന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, ഏതെല്ലാമാണ് അവിടുത്തെ കോഴ്സുകൾ, അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജുകൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. അപേക്ഷ നൽകുന്നതിന് മുമ്പ് തീർച്ചയായും മനസ്സിലാക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് അത് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. 3/8/2020 അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. 17/8/2020 5 മണി വരെയാണ് ഓൺലൈൻ സ്വീകരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 280 രൂപയും SC/ST വിഭാഗത്തിന് 115 രൂപയും അപേക്ഷാ ഫീ ഉണ്ട്. വെബ്സൈറ്റ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ CAP ID-യും പാസ്വേഡും മൊബൈൽ ലഭ്യമാകുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ കയറി അപ്ലൈ നൗ എന്ന ലിങ്കിൽ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതാണ്. തുടർന്ന് മൊബൈലിൽ ഇമെയിൽ ലഭിച്ച CAP ID-യും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. അപേക്ഷയുടെ അവസാനമാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് മുമ്പ് അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടച്ചതിനു ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കുകയുള്ളൂ. മാനേജ്മെന്റ്, സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷന് വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ നൽകാവുന്നതാണ്. പുറമെ വിവിധ എയ്ഡഡ് കോളേജുകളിലും കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 5 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. ഗവൺമെന്റ്, എയ്ഡഡ്, സ്വാശ്രയ കോളേജുകളിലെ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മുൻഗണനാക്രമത്തിൽ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസ് കോഴ്സുകളുടെ ഫീസ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ ഫീസിന് നിന്നും വ്യത്യസ്തമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഓപ്ഷനുകളുടെ താഴെയുള്ള ഓപ്ഷനുകൾ സ്ഥിരമായി നഷ്ടമാവും, ഒരു ഘട്ടത്തിലും തിരികെ പുനഃസ്ഥാപിക്കുന്നതുമല്ല. അപേക്ഷകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മാർക്ക്, NSS, NCs തുടങ്ങിയ വെയിറ്റേജ്, നോൺ ക്രീമിലിയർ സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. EWS സംവരണത്തിന് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് അർഹതയുണ്ടായിരിക്കുക. അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് സമർപ്പിച്ച ഫോൺ നമ്പറിലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ. ആയതിനാൽ രജിസ്റ്റർ ചെയ്ത നമ്പർ വിദ്യാർത്ഥികളുടെയോ രക്ഷിതാക്കളുടെയോ സ്വന്തം ഫോൺ നമ്പറോ ഇമെയിൽ ID-യോ ആയിരിക്കണം. ഭിന്നശേഷിക്കാരുടെ പ്രവേശനത്തിന് ഓൺലൈൻ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. പ്രസ്തുത വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് അതത് കോളേജിലേക്ക് നൽകുന്നതും കോളേജ് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രവേശനം നടത്തുന്നതുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ അയക്കേണ്ടതില്ല. എന്നാൽ അഡ്മിഷൻ ലഭിക്കുന്ന അവസരത്തിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് മറ്റു അനുബന്ധ രേഖകളും അതത് കോളേജുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയിലെ തിരുത്തലുകൾ അന്തിമ ഡേറ്റിന് മുമ്പായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ നോഡൽ സെന്ററുകളിലെയോ അതല്ലെങ്കിൽ സപ്പോർട്ട് സെന്റർ എന്ന മെനുവിൻ്റെയോ സേവനം ഉപയോഗിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതിക്ക് ശേഷം 3 അലോട്ട്മെന്റിന് മുമ്പായി അപേക്ഷകന് യാതൊരുവിധ തിരുത്തലുകളും അനുവദിക്കുന്നതല്ല. വിവരങ്ങൾക്ക് സർവകലാശാല വാർത്തകൾ ശ്രദ്ധിക്കുക, വെബ്സൈറ്റിൽ സന്ദർശിക്കുക. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജുകൾ. ഗവൺമെന്റ് കോളേജ് മലപ്പുറം. ഇവിടെ BA ഇക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA ഇസ്ലാമിക് ഹിസ്റ്ററി, BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഉറുദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി ആൻഡ് BCom ഫിനാൻസ്. Then ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ മലപ്പുറം ഡൗൺ ഹില്ലിലാണ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഇസ്ലാമിക് ഹിസ്റ്ററി, BSc ബോട്ടണി ആൻഡ് BSc കെമിസ്ട്രി. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടി. BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BA ഉറുദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BSc മാത്തമാറ്റിക്സ്, BA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് താനൂർ. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BBA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc ഇലക്ട്രോണിക്സ്,
BCom Computer Application. Government Arts and Science College, Tavanur, Malappuram, BA English Language and Literature, BA Sociology, BCom with Cooperation. Government College, Mangada, BA English Language and Literature, BA Economics, BA History, Bachelor of Business Administration, BBA, BSc Psychology, BSc Mathematics. PTM College, Perindalmanna, BA English Language and Literature, BA Arabic Language and Literature, BBA, BSc Physics, BSc Mathematics, BSc Chemistry. Tunchan Memorial Government College, Tirur, TM College, BA Malayalam Language and Literature, BA Arabic Language and Literature, BSc Physics, BSc Mathematics, BCom with the Cooperation. Government Arts and Science College, Nilambur, Pukottumpadamana, BA Malayalam Language and Literature, BSc Geography, BCom with Finance. ഇത്രയാണ് ഗവൺമെൻറ് കോളേജുകൾ മലപ്പുറം ജില്ലയിൽ. ഇനി മലപ്പുറം ജില്ലയിലെ എയ്ഡഡ് കോളേജുകൾ. എയ്ഡഡ് കോളേജുകൾ എന്താ നിങ്ങൾക്കറിയാം, മാനേജ്മെൻ്റ് ആണ് നടത്തുന്നത്. ഗവൺമെൻറ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഗവൺമെൻറ് സാലറി വാങ്ങുന്ന അധ്യാപകരാണ്. പക്ഷേ ഇവിടെ അധ്യാപകർ നിയമിക്കുന്നത് മാനേജ്മെൻ്റാണ്. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, നിലമ്പൂർ, BA English Language and Literature, BA Economics with Foreign Trade, BBA, BSc Psychology, BSc Computer Science, Bachelor of Tourism and Hotel Management, BTHM, BCom Computer Application. Ambedkar College of Arts and Science College, Vandoor, BA English Literature and Language, BA Economics, BSc Mathematics, BCom with Cooperation. Ansar Arabic College, Valavannur, BA Afzalul Ulama, BCom with Islamic Finance. Anwarul Islam Arabic College, Kuniyil, BA Afzalul Ulama, BCom with Islamic Finance. Anwarul Islam Women's Arabic College, Mongam, Malappuram, BA Afzalul Ulama, BA Functional Arabic, BA Economics with Islamic Finance. Darul Ulum Arabic College, Vazhakkad, BA Afzalul Ulama, BA Functional Arabic. EMEA College of Arts and Science, Kondoti, BA English Language with Literature, BA Economics, BA West Asian Studies, BSc Microbiology, BSc Computer Science, BCom with Cooperation, BCom with Computer Application, BBA സെൽഫ് ഫിനാൻസിംഗ് ആണ്, BSc ബയോകെമിസ്ട്രി സെൽഫ് ഫിനാൻസിംഗ്, BSc ബയോടെക്നോളജി സെൽഫ് ഫിനാൻസിംഗ്. ചില എയ്ഡഡ് കോളേജുകളിൽ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ മനസ്സിലാക്കുക. അവിടെ കോളേജിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും അവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ദെൻ KTM കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, കരുവാരകുണ്ട്, ദാർനജാത്ത് സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. അഫ്സലുൽ ഉലമ, BCom വിത്ത് ഇസ്ലാമിക് ഫിനാൻസ്. ദെൻ കൊരമ്പയിൽ അഹമ്മദ് ഹജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജ്, മഞ്ചേരി, മഞ്ചേരിയിലെ പ്രശസ്തമായിട്ടുള്ള വിമൻസ് കോളേജ്, യൂണിറ്റി കോളേജ്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഹിസ്റ്ററി, BCom വൊക്കേഷണൽ സ്ട്രീം, BSc ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്, BSc മാത്തമാറ്റിക്സ്, BSc ബോട്ടണി, BSc കെമിസ്ട്രി, BSc കമ്പ്യൂട്ടർ സയൻസ്, BCom Cooperation. MES KVM College, Valancheri, BA Functional English, BSc Zoology, BSc Polymer Chemistry, BSc Physics, BCom Computer Application, BCom Finance, BCom Finance Self-Financing ആണ്, Bachelor of Computer Application Self-Financing, BSc Psychology Self-Financing, BVOC Healthcare Optometry and Ophthalmology Technology, BVOC Retail Management. Then MES Ponnani College, BA English Language and Literature, BA Economics, Bachelor of Business Administration, BSc Geology, BSc Zoology, BSc Physics,
BSc Chemistry, BSc Computer Science and BCom with Finance. Madinatul Ulum Arabic College, Pulikal, BA Afzalul Ulama, BA Functional Arabic, BA Economics with Islamic Finance. Malabar College of Advanced Studies, Vengara, BA English Language and Literature, Bachelor of Business Administration, BBA, Bachelor of Computer Application, BCA, BSc Electronics, BA Multimedia, BCom Computer Application, BCom Travel and Tourism, Self-Financing ആണ്. BSc Psychology, Self-Financing. Marthoma College, Chungatara, Nilambur, BA English, BSc Polymer Chemistry, BSc Physics, BSc Mathematics, BSc Botany, BCom Corporation, Bachelor of Business Administration, Self-Financing, BSc Computer Science, Self-Financing. NSS College, Mancheri, BA History, BA Functional English, BSc Zoology, BSc Plant Science, BSc Physics, BSc Mathematics, BSc Chemistry and BCom Finance. Pokas Sahib Memorial Orphanage, PSM College, Tirurangadi, BA English Language and Literature, BA Economics, BA History, BBA, BSc Zoology, BSc Physics, BSc Mathematics, BSc Botany, BSc Chemistry and BCom with Finance. Sayyid Muhammad Ali Shihab Tangal Memorial Arts and Science College, Katilangadi, Adavanada, BA English Language and Literature, BSc Psychology, BCom Computer Application. Sulamussalam Arabic College, Arikot, BA Afzalul Ulama, BA English with Islamic History, BA Economics with Islamic Finance. Sulamussalam Science College, Arikot, BA English Language and Literature, BA Economics, BSc Physics, BSc Mathematics, BSc Computer Science, BCom Finance, Self-Financing, BVOC, Broadcasting and Journalism. ഇതാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നമ്മുടെ ലിസ്റ്റിലുള്ള എയ്ഡഡ് കോളേജുകൾ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയ്ഡഡ് കോളേജിലും അൺഎയ്ഡഡ് ബാച്ചുകളുണ്ട്. പുതിയ ബാച്ചുകളൊക്കെ ഈ വർഷം അനുവദിച്ചിട്ടുണ്ടാവാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക.